റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്താൻബുളിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന് ലോകം വളരെയധികം ശാന്തമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുക്രൈൻ റഷ്യയിൽ വമ്പിച്ച ആക്രമണം നടത്തിയത്. റഷ്യ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ യുക്രൈൻ്റെ ആക്രമണമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. റഷ്യയുടെ ഡീപ് ബേസുകളിലാണ് ഡ്രോൺ ആക്രമണം യുക്രൈൻ നടത്തിയിരിക്കുന്നത്. റഷ്യയുടെ പല എയർക്രാഫ്റ്റുകളും യുക്രൈൻ തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 7 ബില്യണാണ് റഷ്യയ്ക്കുണ്ടായ നാശനഷ്ടം എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇതേ തുടർന്ന് വ്ളാദിമിർ പുതിൻ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള ആശങ്കയിലാണ് ലോകം. പല ആൾക്കാരും യാതൊരുവിധ ബോധവുമില്ലാതെ റഷ്യ യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് നടക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്യാമ്പയിൻ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓൾ ഐസ് ഓൺ പുടിൻ എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര്. എന്തായാലും യുക്രൈൻ ഇപ്പോൾ എങ്ങനെയാണ് റഷ്യയെ അറ്റാക്ക് ചെയ്തത്? നമുക്കറിയാം, നമ്മൾ ഇന്ത്യ പോലും ഉപയോഗിക്കുന്നത് റഷ്യയുടെ ആയുധങ്ങളാണ്. റഷ്യയുടെ ആയുധങ്ങൾ ഇന്ത്യ വളരെ ഗംഭീരമായി നമ്മുടെ ടെക്നോളജി കൂടെ സമന്വയിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ റഷ്യയ്ക്ക് എങ്ങനെയാണ് വലിയ രീതിയിലുള്ള പിഴവ് പല ഭാഗത്തും പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. യുക്രൈൻ ഇപ്പോൾ ആ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്പൈഡർ വെബ് എന്ന് പറയുന്ന തങ്ങളുടെ യുദ്ധതന്ത്രത്തിലൂടെയാണ് തങ്ങളത് സാധ്യമാക്കിയത് എന്നാണ് യുക്രൈൻ പറയുന്നത്. നമുക്കറിയാം, ബാഹുബലി സിനിമയൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ സെക്കൻഡ് ഹാഫിൽ കാലകേയന്മാർ എന്ന് പറയുന്ന ഒരു യുദ്ധം ചെയ്യാൻ വരുന്ന ഒരു ബാർബേറിക് ടീമുണ്ട്. ആ ടീമിന് നേരെ ബാഹുബലിയുടെ ടീം പ്രയോഗിക്കുന്ന ഒരു യുദ്ധതന്ത്രമാണ് ത്രിശൂല വ്യൂഹം എന്ന് പറയുന്നത്. അതുപോലെ സ്പൈഡർ വെബ് എന്ന് പറയുന്ന റഷ്യയെ തന്നെ വിറപ്പിച്ച ഒരു യുദ്ധതന്ത്രമാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആസ്തികൾക്കെതിരെ യുക്രൈൻ നടത്തിയ വമ്പിച്ച ആക്രമണം 1 വർഷത്തിലേറെയായി ആസൂത്രണം ചെയ്തതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആദ്യ ദിവസം മുതൽ അധിനിവേശം റിപ്പോർട്ട് ചെയ്യുന്ന സുരക്ഷാ വിദഗ്ധ എന്നും 2014 മുതൽ റഷ്യൻ തെറ്റായ വിവരങ്ങൾക്കെതിരെ പോരാടുന്ന എന്നും സ്വയം വിശേഷിപ്പിക്കുന്ന എക്സിലെ ഉപയോക്താവായിട്ടുള്ള മരിയ ഔദ്ദീവയുടെ അഭിപ്രായമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആവുന്നത്. യുക്രൈൻ FPV ഡ്രോണുകളും മൊബൈൽ ക്യാബിനുകളും റഷ്യയിലേക്ക് രഹസ്യമായി എത്തിച്ചിരുന്നു. ഇതെങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഡ്രോണുകൾ ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ ഒളിപ്പിച്ചു. പിന്നീട് അവ ട്രക്കുകളിൽ ഘടിപ്പിക്കുകയുണ്ടായി. സിഗ്നലിൽ മേൽക്കൂരകൾ വിദൂരമായി തുറന്നു. ട്രക്കുകളിൽ നിന്ന് നേരിട്ട് ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിക്കുകയായിരുന്നു. തന്ത്രപരമായി ബോംബർ വിമാനങ്ങളെ ആക്രമിച്ചു. കൂടാതെ റഷ്യയ്ക്ക് ഇനി ഒരു ബോംബറുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നും യുക്രൈൻ ഉറപ്പുവരുത്തി. നഷ്ടം വളരെ വലുതാണ്. ഇതുപോലൊന്ന് മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ല എന്നാണ് ഔദ്ദീവ എക്സിലെ ഒരു പോസ്റ്റിൽ പറയുന്നത്. റഷ്യയിൽ ശത്രു തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബറുകൾ കൂട്ടത്തോടെ കത്തിക്കുന്നുവെന്ന് യുക്രൈൻ്റെ രഹസ്യ സേവനമായിട്ടുള്ള SBU ഇന്നലെ രാവിലെ ഒരു പ്രസ്താവനയിലും പറഞ്ഞിരുന്നു. ശത്രു ബോംബർ വിമാനങ്ങളെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ തോതിലുള്ള പ്രത്യേക ഓപ്പറേഷൻ യുക്രൈൻ നടത്തുകയാണ് എന്നാണ് അതിൽ പറയുന്നത്. BBC റിപ്പോർട്ട് പ്രകാരം സ്പൈഡേഴ്സ് വെബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓപ്പറേഷൻ സംഘടിപ്പിക്കാൻ 1.5 വർഷമെടുത്തുവെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് മേൽനോട്ടം വഹിച്ചതായുമാണ് SBU വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. SBU ആദ്യം FPV ഡ്രോണുകൾ റഷ്യയിലേക്ക് കടത്തിയതായും പിന്നീട് മൊബൈൽ ക്യാബിനുകൾ കടത്തിയതായും വൃത്തങ്ങൾ പറയുന്നു. റഷ്യൻ പ്രദേശത്ത് എത്തിയ ശേഷം ട്രക്കുകളിൽ സ്ഥാപിച്ചിരുന്ന ഈ ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചു വെച്ചു. ആക്രമണ സമയത്ത് മേൽക്കൂരകൾ റിമോട്ടായി തുറന്നതിനാൽ ഡ്രോണുകൾക്ക് പറന്നുയരാനും അടുത്തുള്ള വ്യോമത്താവളങ്ങളിൽ ഇടിക്കാനും സാധിച്ചുവെന്ന് BBC വൃത്തങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്രമണം റഷ്യ നേരിട്ടിരിക്കുന്നു. ഇനി തിരിച്ച് റഷ്യൻ പ്രസിഡന്റ് എന്തായിരിക്കും പ്രതികരിക്കുക? ഇപ്പോൾ തന്നെ കീവിലടക്കം ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ വർഷിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടതാണ്. ഇനി എന്തായിരിക്കും റഷ്യയുടെ തുടർന്നുള്ള നീക്കം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.